വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞാനാണ് റൂബി, കൂടി ഞങ്ങളുടെ ജഡനുമുണ്ട്. എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലേ? അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസം, സ്പെഷ്യൽ രീതി കാരമലൈസ്ഡ് ചെയ്ത ഒരു സ്പെഷ്യൽ രീതിയിലുള്ള സേമിയ പായസമാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് സേമിയനെ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. എൻ്റെ അൺറോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആയിരുന്നു ഞാൻ കൊണ്ടുപോകുന്ന കടയിൽ നിന്ന്. അപ്പോൾ നമുക്കതിനെ ആദ്യമായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിരിച്ചട്ടി വെച്ച് അതിലോട്ട് നമ്മുടെ വെർമിസെല്ലി ഇട്ടിട്ട് 1-1.5 സ്പൂൺ നെയ്യ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കതിനെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കുക. ആ സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് ചവ്വരി ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചവ്വരി നല്ലതായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ വേവിക്കാൻ വെക്കണം. അതൊരു 1/4 വേവ് വരെ ആവുന്നവരെ നമുക്കതിനെ വേവിച്ചെടുക്കണം. 1/4 വേവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന ടൈം വരെ നമുക്കതിനെ വേവിക്കാൻ വെച്ചിരിക്കണം. ആ സമയം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഷുഗറിനെ ക്യാരമലൈസ്ഡ് ചെയ്തെടുക്കണം. ക്യാരമലൈസ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷുഗറിലോട്ട് ഒരു വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും ചെയ്യില്ല. ആ ഷുഗർ സിമ്മിൽ വെച്ച് നമുക്ക് നല്ലതായിട്ട് ചൂടാക്കി ഈ പരുവമാകും. അപ്പം നല്ല ഗോൾഡൻ കളർ, നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് ലൂസാക്കി എടുത്തു കൊടുക്കണം. കയ്യിലൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ദേഹത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നമുക്ക് ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 1 ലിറ്റർ പാലിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പഞ്ചസാര ഇടുന്നില്ല, കാരണം ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നും കൂടെ ഇടുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര അധികം ഇടാത്തത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ എവിടെയോ സ്കിപ്പായിപ്പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു ഹാഫ് ടിന്ന് നമ്മുടെ മിൽക്ക് മെയ്ഡ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാല് ചൂടാക്കി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ കാരമലൈസ്ഡ് സിറപ്പിനെ പാലിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം കണ്ടല്ലോ, ഈ പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട കെട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇത് ഒരു തിള വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയോ വെർമിസെല്ലി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതും ഒരു 5 മിനിറ്റിൻ്റെ ഒരു 5 മിനിറ്റ് നമുക്ക് വേഗം വയ്ക്കുക. 5 മിനിറ്റിൻ്റെ വേവ് കാണും. ആ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലതായിട്ട് ഇത്രയും നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാൻ മറന്നുപോയി, എന്നാലും മറക്കല്ല. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ അധികം എക്സ്ട്രാ ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പായസത്തിൻ്റെ ഇതായി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ചാണ്. അതിനുവേണ്ടി ഞാനൊരു 3-4-5 ഏലക്കായും 1 ടീസ്പൂൺ നമ്മുടെ ചെറുജീരകവും കൂടി എടുത്ത് വെച്ച് നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ട് വരുന്നിട്ടുണ്ട്. മിക്സിയിൽ അരയ്ക്കുന്ന നേരത്ത് ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടത് അരഞ്ഞു കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കിസ്മിസും നമ്മുടെ കശുവണ്ടിയും കൂടെ ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കിസ്മിസ് നല്ലതായിട്ട് പൊങ്ങി നല്ല വീർത്ത് വരുന്നതാണ് നമ്മുടെ മൂപ്പ്. അത്ര നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ചേർത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ സ്പെഷ്യൽ കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.
നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുന്നതിനൊക്കെ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്.